സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴത് AWH സ്പെഷ്യൽ കുട്ടികളെ സ്കൂളിലാട്ടാ. തിരൂർ തൃക്കണ്ടിയൂർ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. ഇവിടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഭക്ഷണം വിതരണം ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും വേണ്ടിയിട്ടാണ് ഞാനും ഇവനും അടങ്ങുന്ന സംഘം എത്തിയിട്ടുള്ളത്. അപ്പോൾ പാട്ടും പാടി അവരെ സന്തോഷിപ്പിച്ച് പിരിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാലമായിട്ട് ഭിന്നശേഷി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഭിന്നശേഷി പ്രോഗ്രാമുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നമ്മളെ സമീപിക്കാവുന്നതാണ്. ഫ്രീ ആയിട്ട്, വലിയ കലാകാരനൊന്നുമല്ല, എന്നാലും ചെറിയ രീതിയിലുള്ള നമ്മളെ കൊണ്ട് കഴിയണ അവർക്ക് എങ്ങനെ സന്തോഷം കൊടുക്കാൻ പറ്റുമോ അങ്ങനെ സന്തോഷം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നറിയിക്കുന്നു. അതുപോലെ ഇവരെ ഇന്നത്തെ വീഡിയോ എടുക്കാനും ഇവരെ കൂടെ ഒന്ന് പങ്കുചേരാനും എനിക്ക് സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിനെ എനിക്ക് മുന്നേ അറിയാം. അപ്പോൾ ഇവൻ പറഞ്ഞതൊക്കെ സത്യസന്ധമായ കാര്യമാണ്. ഇവർ പല സ്ഥലത്തും നിങ്ങളല്ലേ നമ്മളൊരു വീഡിയോ റീച്ചാക്കി തന്നെ നിങ്ങളാണ്. അന്ന് ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കുന്ന കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതെ, ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാമിലിട്ട് എൻ്റെ സുഹൃത്തായ അന്ന് സൽമാൻ അല്ലേ, ആ സുഹൃത്ത് അവനെടുത്തിട്ട് അവൻ്റെ അക്കൗണ്ടിലിട്ട് ആ വീഡിയോ നല്ല റീച്ചായിട്ടാ. അതുപോലെ തന്നെ ആ ഒരു വീഡിയോയോട് കൂടിയായിട്ടാണ് പലരും ഞാൻ ഈ ഫീൽഡിലാണ് എന്നുള്ള അറിയാം. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പിറ്റത്തെ വർഷം ഞാൻ അതും കൂടി വന്നൊരു ആ വീഡിയോ റീച്ചായി. ആ രണ്ടാമത്തെ വീഡിയോ എത്ര മില്യൺ അടിച്ചുകൊണ്ട്, രണ്ടാമത്തെ വീഡിയോ നല്ല മില്യൺ അടിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ കാണുന്ന ഇപ്പൊ കുറെ ഒരു 6 മാസത്തിന് ശേഷം ഉണ്ടല്ലേ. അപ്പൊ 6 മാസത്തിന് ശേഷം നമ്മൾ ഈ AWH സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് കണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷം. ഇങ്ങനത്തെ അതായത് സ്പെഷ്യൽ മക്കളെ, ഏബിൾഡ് ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ചേർത്ത് നിർത്തിയിട്ട് എല്ലാവരും ചേർത്ത് നിർത്തി അവരെ സന്തോഷിപ്പിക്കുക. എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ഈ നാടിന് നമുക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യണമെന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. തിരൂര് തൃക്കണ്ടൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ജഗദീശ്വരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വകയായി ബുദ്ധിമാന്യമുള്ള ഈ ഓട്ടിസം ബാധിച്ച മക്കൾക്ക് അന്നദാനം കൊടുക്കുന്ന ഒരു ദിവസമാണ്. ഞാൻ ട്രസ്റ്റിന്റെ ചെയർപേഴ്സണാണ്. ജഗദീശ്വരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. AWHൽ നേരത്തെ അമ്മ സൂചിപ്പിച്ച പോലെ ഞങ്ങളിന്ന് ഇവിടെ അന്നദാനം നൽകുകയാണ്. മാനസികമായിട്ട് വൈകല്യത്തിലുള്ള കുട്ടികൾക്ക് ഞങ്ങളിത് 2ാമത് പ്രാവശ്യമാണ് ഇവിടെ അന്നദാനം നടത്തുന്നത്. ഞങ്ങൾക്കേറെ സന്തോഷമാണ് ഇവരോടൊപ്പം ചേരുന്നത്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. ഓട്ടിസം ഒരു സ്പെക്ട്രം ഡിസോർഡറാണ്. അതുകൊണ്ട് ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ തനതായ കഴിവുകളും താൽപ്പര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ആശയവിനിമയത്തിന് അവർ ഉപയോഗിക്കുന്ന രീതികൾ ശ്രദ്ധിക്കുക. സംസാരഭാഷ കൂടാതെ ചിത്രങ്ങൾ, ആംഗ്യങ്ങൾ എന്നിവയും അവർ ഉപയോഗിച്ചേക്കാം. സ്ഥിരതയും സുരക്ഷിതത്വബോധവും വളരെ പ്രധാനമാണ്. ശാന്തവും സൗകര്യപ്രദവുമായ ഒരു അന്തരീക്ഷം ഒരുക്കുന്നത് അവരെ സഹായിക്കും. സമൂഹത്തിൽ അവരുടെ കഴിവുകളെയും പ്രത്യേകതകളെയും അംഗീകരിക്കുകയും അവരെ മാറ്റി നിർത്താതെ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ കുട്ടികൾക്ക് പ്രായപരിധി ഇല്ല. എല്ലാ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. നമ്മൾ ചെന്നപ്പോൾ അവിടെ കുറച്ച് രക്ഷിതാക്കളും കാണാൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ രക്ഷിതാക്കളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് കുട്ടികളെത്തി ഇവിടെ നിൽക്കുന്നത്. കുട്ടികളൊക്കെ നമ്മൾ ചെന്നപ്പോൾ നമുക്ക് ഭയങ്കര സ്വീകരണം. നമ്മൾ ഹലോ പറയുമ്പോൾ തിരിച്ചവർ ഹായ് ഹലോ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏകദേശം ഇന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് അറിയാം. കാരണം ഇന്ന് മൊബൈൽ ഫോൺ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ അവർ ഹായ് പറയാം, ഫോട്ടോ എടുക്കാനൊക്കെ അവർക്ക് ഓക്കെയാണ്, അവർക്ക് അറിയാം. കാരണം അവർക്ക് പഠിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട് ഇതിൽ. എന്നാൽ ഒരുപാട് സിമ്പിളായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ സ്വമേധയെ തിരഞ്ഞെടുത്ത് ചെയ്യാവുന്ന കുട്ടികളുണ്ട് കേട്ടോ. ഓരോ അമ്മമാർക്കും അവരുടെ മക്കളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടെന്ന് പറയുന്നത് എത്രയോ സത്യമായ കാര്യമാണ്. നമ്മൾ അവിടെ ചെന്നപ്പോഴാണത് ശരിക്കും നമുക്ക് അനുഭവിച്ച് അറിയാനടക്കം കഴിഞ്ഞത്. പാട്ടേരെ മാം കൺകോണിൽ സുവർഗവും കണ്ടേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ.
സ്വാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ സിച്ചടേ സന്നിധിയെ സ്വരം കുട്ടികളെ പച്ചക്കറികളെ വാരിവേ കന്തായി തൂയി വടവടങ്ങ മഞ്ഞില് ഉത്തര മത്തങ്ങ ചാരറിയത്തി കുമ്മളങ്ങ മടിപ്പോഴ നിരത്തി ഉറങ്ങാക്കായി ചുവപ്പ് രത്തി തക്കാളി അന്ന് കേട്ടേ. ഈ കാണുന്ന അമ്മയാണ് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരി. എന്നാലും നല്ല സ്നേഹമുള്ള ആൾക്കാരുടെ നമ്മളെ മനസ്സലയിപ്പിക്കുന്ന ഒരു രംഗമാണ്. നമ്മളൊക്കെ കുറച്ചെങ്കിലും അഹങ്കരിച്ചു അല്ലെങ്കിൽ അഹങ്കാരം നമുക്ക് വന്നെന്ന് ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഓട്ടിസം ബാധിച്ച കുട്ടികളെയും ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെയും ക്യാൻസർ വന്ന രോഗികളെയൊക്കെ നമ്മൾ പോയി ഒന്ന് സന്ദർശിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരമെന്ന വൃത്തികെട്ട ആ സാധനത്തിനെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അത് എന്നെ ശരിക്കും ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാനും വേണ്ടി പോയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാനിവിടെ ഈ പറഞ്ഞത്. നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉച്ചയൂണിൻ്റെ സമയമായപ്പോൾ ഞാനും അവരെ കൂടി ഉച്ചയൂണ് നല്ല അടിപൊളി സദ്യയായിരുന്നു. അതും ഓരോ ചാരിറ്റബിൾ നമുക്ക് സ്പോൺസർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ കാണാൻ കഴിഞ്ഞാൽ ഈ ഓട്ടിസം ബാധിച്ച് ചില കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അവർക്ക് വാരി കൊടുക്കണം. ഭയങ്കര ദയനീയമായ അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളൊക്കെ ഓരോരുത്തരായിട്ട് ചിന്തിക്കും, നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്, നമുക്ക് എല്ലാം ദൈവം തന്നു, എന്നിട്ടും നമ്മൾ അഹങ്കരിക്കുകയാണ്. അഹങ്കാരം എന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടെടുത്തോളം അത് വലിയൊരു ക്യാൻസർ രോഗം പോലെയാണ്. അഹങ്കരിക്കാം, അത് എന്തിനു വേണ്ടിയാണ്, എങ്ങനെ വേണ്ടിയാണ്? നമ്മുടെ ലൈഫുകളും നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അഹങ്കരിക്കാം. അല്ലാത്ത കാര്യങ്ങളിൽ മറ്റുള്ളവരെ കാര്യം കാണിക്കാനും വേണ്ടി അഹങ്കരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ ചിന്തിച്ചു പോകും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാണാൻ എനിക്ക് സാധിച്ചതിലും എൻ്റെ വീഡിയോയിൽ ഞാൻ പകർത്തി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എനിക്ക് സാധിച്ചതിലും ഞാൻ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഇവിടുത്തെ കുട്ടികളുടെ കൂടെ കുട്ടികളിൽ ഒരാളായി നിന്നുകൊണ്ട് കുട്ടികളെ ക്ലാസ് എടുത്തും അവരെ സംസാരം പഠിപ്പിച്ചും അവർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്തും ചിത്രത്തിലൂടെയും ആംഗ്യഭാഷയിലൂടെയും അവർക്ക് എന്താണ് അവരെ കാര്യങ്ങൾ നേടാന്നുള്ളതൊക്കെ സംസാരിച്ച് പഠിപ്പിച്ചു കൊടുത്തൊക്കെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് ഇങ്ങനെ കഴിയുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായത് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കുട്ടികളെ ടീച്ചർ സ്വന്തം മക്കളെപ്പോലെ ഓരോ ടീച്ചർമാരും ഒരാളെന്നല്ല കേട്ടോ, ഓരോ ടീച്ചർമാരും സ്വന്തം മക്കളെപ്പോലെയാണ് ഇവിടെ ഞാൻ കണ്ടത്. അതിമനോഹരമായ കാഴ്ചയിൽ ഒന്ന് തന്നെയാണ് ഇത്. എന്നും ഇതേപോലത്തെ ജനങ്ങളും ഇതേപോലെ മനസ്സുള്ള നല്ല വ്യക്തികളും ഈ ദുനിയാവിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് സങ്കടവും വിഷമവും ഒക്കെ വന്നിട്ട് ഒരുപാട് പേരുണ്ടാവും. അവരിങ്ങനെ ചിന്തിച്ച് നിൽക്കും, എനിക്ക് വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ എത്രയോ പ്രയാസത്തിലാണ്, എനിക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ മാർഗമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് കണ്ട് സന്ദർശിച്ച് വന്നു കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കും, ഒന്നും അല്ല, ഇതിലപ്പുറമുള്ള ഒരുപാട് ജനങ്ങളുണ്ട് എന്നുള്ള ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഈ വർഷത്തെ നാളെ റംസാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ എൻ്റെ ഉച്ചയൂണ് നമ്മളെ സ്പെഷ്യൽ കുട്ടികളെ കൂടെ കാണും. അപ്പോൾ നാളെ മുതൽ റംസാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരോടും റംസാൻ മുബാറക്ക്. അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം ഇവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ പരിചയപ്പെടണം അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ വിളിച്ച് ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ അതും ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പിന്നെ ഇവരെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ വിളിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെ കാണാനും കാര്യങ്ങളൊക്കെ പറ്റിക്കാം. അപ്പോൾ നമ്മളെ ഇത്രയും നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത നമ്മളെ അമ്മയാണ് നമ്മൾ എടുത്തുള്ളത്. അപ്പോൾ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. തീർച്ചയായിട്ടും എല്ലാവരും വെൽക്കം ചെയ്യും. പോയി
അല്ലാണ്ട് തിന്നൂടെ ഇവനാണ് നമ്മളെ കേട്ടാ പി ഐക്കാരതൊക്കെ അറ്റൻഡ് ചെയ്തു. പി ഐക്കാർക്ക് 2 ദിവസം കുറെ ഗാനങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ പറഞ്ഞ് നമുക്ക് കുട്ടികൾക്ക് ചെറിയൊരു പരിപാടി വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ വന്ന ആബിദ് നല്ല ഗായകനാണ്, ആബിദ് നല്ല പാട്ട് പാടും. കുട്ടികളൊക്കെ ഭയങ്കര ആവേശത്തോടു കൂടി കാത്തിരുന്നു ആബിദിൻ്റെ പാട്ട് കേൾക്കാനിട്ടാ. അങ്ങനെ ആബിദ് പാട്ട് തുടങ്ങി, കുട്ടികൾ കൈകൊട്ടുപാട്ടും എന്താ രസം എന്നറിയോ. നമ്മൾ ശരിക്കും ആബിദോടെ തമർത്തി, കുട്ടികളെ നിരാശരാക്കില്ല. കുട്ടികളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികളെ രക്ഷിതാക്കളും കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോയ്ക്ക് എത്രത്തോളം ഭംഗിയുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എന്നാലും തന്നെ ഞാൻ ഇവരുടെ ഓരോരുത്തരെയും ഓരോ പിക്ചർ ക്യാച്ച് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര ഹാപ്പി. അവർ പറയും വീഡിയോ എടുക്ക്, ഫോട്ടോ എടുക്കാൻ നിന്ന് തരലും എൻ്റെ കൂടെ ഒപ്പത്തിന് സപ്പോർട്ട് ചെയ്ത്. ആബിദ് പാട്ട് പാടുന്നുണ്ട്, അപ്പോൾ കോപ്പിറൈറ്റ് അടിക്കണ്ടെന്ന് കരുതി കൊണ്ട് ഞാൻ ആ പാട്ടോടെ മ്യൂട്ട് ചെയ്തിട്ട് ഞാനിവിടെ വോയിസ് സെപ്പറേറ്റ് കൊടുക്കുകയാണ്. ഇതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ PM വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരാളെ പാട്ട് ഇപ്പോൾ കേട്ട് നോക്കിയാലോ. ഞാൻ ഇത്രയൊക്കെ വീഡിയോൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരാളെ കുറിച്ച് പറയാൻ വിട്ടുപോയിട്ടാ. നമ്മളെ ഈ കുട്ടിയുടെ കൂടെ ആടി തിമിർത്തുന്നത് ഒരു പൂജാരിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ നമ്പർ അടിയിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും സഹായിക്കുക. എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.